ബ്ലൂമിന്റെ ഡ്രോവർ സിസ്റ്റത്തിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം പണ്ടെനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡാനി മാർട്ടിൻ അസോസിയേറ്റ്സ്. ബ്ലൂമിന്റെ ഡ്രോവർ സിസ്റ്റത്തിൽ നമുക്ക് 16 സെന്റിമീറ്റർ, അതായത് ഇത് 16 സെന്റിമീറ്റർ, ഈ 16 സെന്റിമീറ്റർ മുതൽ 120 സെന്റിമീറ്റർ കൊടുത്തൊരു ഏത് വിട്ടിലും നമുക്ക് ചെയ്യാം. കസ്റ്റം സൈസാണ്, അതായത് യുവർ കിച്ചൺ യുവർ ഡിസൈൻ, ഹാർഡ്വെയർ ബ്ലൂം. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിച്ചൺ ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ച് ഹാർഡ്വെയർ ബ്ലൂമിന്റെ ഹാർഡ്വെയർ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബ്ലൂമിന്റെ ഹാർഡ്വെയർ വെച്ചിട്ട് സകല ആപ്ലിക്കേഷനും നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, ഇവിടെ സിങ്കിന്റെ അടിയിലെ സ്പേസ്, ആ സിങ്കിന്റെ സ്പേസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ബ്ലൂമിന്റെ മാത്രം പേറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സിങ്ക് യൂണിറ്റ്. അതിനുശേഷം ഇവിടെ വന്നു നമുക്ക് ഇവിടെ നോക്കൂ, കണ്ടെയ്നേഴ്സ് വെക്കാം. നമുക്ക് ഇവിടെ ക്രോക്കറി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ആൻഡ് സോസർ, കപ്പ് ഉണ്ട്, എത്ര കപ്പ് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഫിക്സ് ആയിട്ടിരിക്കുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റോറേജ് കൊള്ളും. കപ്പ് ആൻഡ് സോസർ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ബോട്ടിൽ പുള്ളോട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് എക്സ്ട്രാ സ്പേസ് കിട്ടുന്നു. വീണ്ടും സ്പൈസസ് വെക്കാനായിട്ട് ഹ്യൂജ് സ്പേസ് ആണ്. നമുക്കിതെല്ലാം കസ്റ്റം സൈസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഹോബിന്റെ ലെഫ്റ്റ് സൈഡിൽ അതായി അടുത്ത വന്നു കഴിയുമ്പോഴത്തേനും യൂട്ടൻസിൽസ് വെക്കാനായി യൂട്ടൻസിൽസ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ചട്ടി അങ്ങനത്തെ സംഭവങ്ങൾ. ഇവിടെ നമുക്ക് കട്ട്ലറി. ഇനി ബ്ലൂമിന്റെ അടുത്ത ഡ്രോവറിനകത്ത് നമുക്ക് താലി അല്ലെങ്കിൽ പ്ലേറ്റ് ഉണ്ട്. താലിയും പ്ലേറ്റും നിങ്ങൾ ഫിക്സഡ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക, അത് പച്ചയും വെള്ളമൊക്കെ കേൾക്കും. അതേസമയം നിങ്ങൾക്ക് ബ്ലൂമിന്റെ ഡ്രോവറിനകത്ത് ഇഷ്ടമുള്ള സൈസ് ചെയ്യുക. രണ്ട് ഇൻലെറ്റ് കൊടുക്കുക. ഇൻലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ താലി വെക്കാം, പ്ലേറ്റ് വെക്കാം, കപ്പ് സോസറും വെക്കാം, ഇതെല്ലാം ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് ക്രോക്കറി വേറെ നമുക്ക് വെക്കാം. ഇതിൻ്റെ അകത്ത് ക്രോക്കറി കൊണ്ട് എത്ര നമ്മൾ കമത്തി വെക്കാം, താലി ഇരിക്കുന്നു. അപ്പം ഒരു 60 സെന്റിമീറ്ററിനകത്ത് നോർമലി ഫിക്സഡിൽ ഇരിക്കുന്നതിന്റെ ട്രിപ്പിൾ പ്ലേറ്റോ താലിയോ ഇങ്ങനത്തെ സുഖമായിട്ട് വെക്കാം. അതേസമയം ഡെയിലി യൂസിന്റെ നിങ്ങൾക്ക് ഇവിടത്തേക്ക് ഡെയിലി യൂസിന് നിങ്ങൾ GTP-ക്കകത്ത് പോവുകയും ചെയ്യും. ആ സ്പേസ് 4 or 6 പ്ലേറ്റോ താലിയോ എത്ര വെച്ച് കഴിഞ്ഞാൽ GTP-ക്കകത്ത് പോവുകയും ചെയ്യും. അപ്പൊ താഴത്തെ ഡ്രോവർ സിസ്റ്റത്തിൽ മൊത്തം നിങ്ങൾക്ക് അത്രത്തോളം എക്സ്ട്രീം സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറവുള്ളതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് വെക്കാനുണ്ട്. വെജിറ്റബിൾസ് വെക്കാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഡ്രോവറിനകത്ത് വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെജിറ്റബിൾസും ആയി. അപ്പൊ നിങ്ങൾക്ക് ഈ വിക്കർ ബാസിനേക്കാളും ഏറ്റവും നല്ലതാണ് ഈ ഡ്രോവറിന്റെ ഉള്ളില് വെന്റിലേഷൻ കൊടുത്തിട്ട് ആ ഡ്രോവറിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. കാരണം ഈ വിക്കർ ബാസിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ 2-3 വർഷം വീവനാണ്, അത് ക്ലീൻ ആക്കാൻ പാടാണ്. 3 വർഷം 4 വർഷം 5 വർഷം അതിന്റെ അത് പൊട്ടാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈച്ച, അപ്പൊ ഈ പറയുന്ന പഴങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈച്ച ആർക്കുന്നല്ല, പൊന്നീച്ച ആർക്കുന്നതാണ്. പക്ഷെ അത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സുഖസുന്ദരമായിട്ടുള്ള കൂളിംഗ് നടക്കുകയും ചെയ്യും. ചീഞ്ഞു പോകത്തില്ല, ഈച്ച കയറത്തില്ല, ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ബ്ലൂമിന്റെ ഡ്രോവർ ലെഗ്രാബോസോ ടാൻഡംബോസോ അല്ലെങ്കിൽ ഈവൻ ടാൻഡം റണ്ണറോ വെച്ച് ഡ്രോവർ ചെയ്ത് കഴിഞ്ഞാൽ സകല ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെയല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് കസ്റ്റം സൈസ് ആയിട്ട് 1 സെന്റിമീറ്റർ സ്പേസ് പോലും വേസ്റ്റ് ആക്കാണ്ട് 15 years വാറന്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ബ്ലൂമിന്റെ ഹാർഡ്വെയർ വെച്ച് ചെയ്യാൻ പറ്റും. കോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സിന്റെ പ്രൈസിന്റെ ഓൾമോസ്റ്റ് ഒപ്പമാണ് ബ്ലൂം. പക്ഷേ വെള്ളേറ്റഡ് ടോപ്പിന്റെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, നമ്പർ 1 പ്രൊഡക്റ്റ് ആണ്, 15 years വാറന്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കിച്ചണിലെ ഷെൽഫിന് പകരം ഇങ്ങനത്തെ ടാൻഡം ബോക്സോ ലെഗ്രാബോക്സോ കൊടുക്കുക. നിങ്ങളുടെ മിനിമം സ്പേസിനെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക. എന്നുള്ള കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ കുക്കിംഗ് എൻജോയ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയേറെ കമന്റ്സ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുകൂടാണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട് പണിയുന്നവർക്കോ ഷെയർ ചെയ്യുക. താങ്ക് യു.